മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ വീണ്ടും ഒരു പരാതിയുമായി യുവതി രംഗത്തെത്തിയിരിക്കുകയാണ്. ബലാത്സംഗ പരാതി ഉന്നയിച്ചുകൊണ്ടാണ് ഒരു യുവതി കൂടി രംഗത്തെത്തിയിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒടുവിൽ കഴിയുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ മറ്റൊരു പരാതി കൂടി ഉയർന്നു വരുന്നത്. KPCC പ്രസിഡന്റും രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കുമാണ് യുവതി പരാതി നൽകിയിരിക്കുന്നത്. ബലാത്സംഗ കേസിലാണ്, ബലാത്സംഗ പരാതി കൂടിയാണ് ഇപ്പോൾ ഒരു യുവതി കൂടി പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ആന്റണി ജിസ്റ്റോർജ് ചേരുന്നു വിവരങ്ങളുമായി. ആന്റണി, രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ കഴിയുന്ന ഒരു സമയത്താണ്, രാഹുലിനായി അന്വേഷണം ഊർജിതമാക്കിയിരിക്കുന്ന സമയത്താണ് ഇപ്പോൾ മറ്റൊരു പരാതിയുമായി യുവതി കൂടി രംഗത്തെത്തിയിരിക്കുന്നത്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? മാങ്കൂട്ടത്തിനെതിരെ വീണ്ടും ഒരു പരാതി കൂടി വരുന്നു. അറിയാം, നമുക്ക് ഇപ്പോൾ ഒരു കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നിലവിൽ ഒളിവിലാണ്. രാഹുൽ മാങ്കൂട്ടത്തിനായി തിരച്ചിൽ അന്വേഷണ സംഘം ഊർജിതമാക്കുന്ന ഒരു ഘട്ടത്തിലാണിപ്പോൾ പുതിയ പരാതി വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അതായത് ഇതുവരെ അതൊരു പോലീസിലേക്കും അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കുമാണ് പരാതി പോയിരുന്നതെങ്കിൽ ഇത് പാർട്ടിക്ക് നേരിട്ടാണ് ആ 23-കാരിയായ യുവതി പരാതി നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ്. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്, അതുപോലെ തന്നെ പ്രിയങ്ക ഗാന്ധി, രാഹുൽ ഗാന്ധി എന്നിവർക്കാണ് മെയിൽ മുഖാന്തരം ഇപ്പോൾ ഈ പരാതി ഈ പെൺകുട്ടി നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. തന്നെ ക്രൂരമായി ഹോട്ടൽ മുറിയിൽ കയറി ക്രൂരമായി പീഡിപ്പിച്ചു എന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന് 23-കാരിയായ യുവതി നൽകിയിരിക്കുന്ന പരാതി എന്ന് പറയുന്നത്. അതിൽ വിവാഹ വാഗ്ദാനം നൽകി ബന്ധം സ്ഥാപിച്ച് ക്രൂരമായി ബലാത്സംഗം ചെയ്തു എന്ന ഈ പരാതിയിലുണ്ട്. അതുപോലെ തന്നെ മുറിയിൽ വെച്ച് ക്രൂരമായി ആക്രമിച്ച് ശരീരമാകെ മുറിവേൽപ്പിച്ചു, മാനസികമായും ശാരീരികമായും ക്രൂരപീഡനം നേരിട്ടെന്നും പെൺകുട്ടിയുടെ ഈ പരാതിയിൽ പറയുന്നുണ്ട്. ആദ്യ ആക്രമണത്തിന് ശേഷം രാഹുൽ വിവാഹ വാഗ്ദാനം ആദ്യം തന്നെയുടെ ഈ വിവാഹ വാഗ്ദാനം നൽകിയാണ് താനുമായി ബന്ധം സ്ഥാപിച്ചത്. പിന്നീട് ഈ ആക്രമണമൊക്കെ ഉണ്ടായതിനു ശേഷം ആ വിവാഹ വാഗ്ദാനം പിൻവലിച്ചു. ഒരു മാസത്തിനു ശേഷം വീണ്ടും മെസ്സേജ് അയച്ചു തുടങ്ങിയെന്നും ഗർഭിണിയാക്കണമെന്ന് രാഹുൽ തന്നോട് ഗർഭിണിയാകണമെന്ന് രാഹുൽ തന്നോട് ആവശ്യപ്പെട്ടെന്നും പെൺകുട്ടി പറയുന്നു. ഈ പരാതിയുടെ പകർപ്പിൽ ഗുരുതരമായ ആരോപണങ്ങൾ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർത്തുന്നത്. ഈ പെൺകുട്ടി തന്നെ ബലമായി ബലാത്സംഗം ചെയ്തു, ക്രൂരമായി പീഡിപ്പിച്ചു എന്നതടക്കം ഈ പരാതിയിൽ കൃത്യമായി തന്നെ പെൺകുട്ടി പറയുന്നുണ്ട്. എങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടവുമായി ഈ പെൺകുട്ടി ബന്ധം സ്ഥാപിച്ചതെന്ന് അവർ പറയുന്നത് ഇൻസ്റ്റഗ്രാം മുഖേനയാണ് രാഹുൽ പെൺകുട്ടിയോട് സൗഹൃദം സ്ഥാപിച്ചത്. അതിനുശേഷം ഫോൺ നമ്പർ വാങ്ങി, പിന്നാലെ തന്നെ വിവാഹം കഴിക്കണമെന്ന ആഗ്രഹമുണ്ടെന്ന് അടക്കം പറയുന്നു. തുടർന്ന് രാഹുലിന്റെ ബന്ധുക്കൾ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് പോയെന്നും അവിടെ വെച്ച് പെൺകുട്ടിയെ വിവാഹം കഴിക്കാനുള്ള താല്പര്യം ബന്ധുക്കൾ ഉൾപ്പെടെയുള്ളവർ പെൺകുട്ടിയുടെ വീട്ടുകാരോട് പറയുന്നു. രാഷ്ട്രീയക്കാരനായ ഒരാളെ വിവാഹം കഴിക്കുന്നതിനോടുള്ള എതിർപ്പ് പെൺകുട്ടിയുടെ വീട്ടുകാർ അറിയിച്ചു. പിന്നീട് രാഹുൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ടപ്പോഴാണ് വീട്ടുകാർ സമ്മതിച്ചതെന്നും പെൺകുട്ടിയുടെ പരാതിയിലുണ്ട്. അതായത് ഇത് വളരെ പഴക്കമുള്ള അല്ലെങ്കിൽ അധികം രാഹുൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആകുന്നതിന് മുൻപുള്ള സംഭവമാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. അതായത് ഈ പീഡനം നടക്കുന്നതിനു ശേഷമാണ് പരാതിയിൽ പറയുന്ന മറ്റു കാര്യങ്ങൾ ഇങ്ങനെയാണ്. വിവാഹം കഴിക്കുമെന്ന് ഉറപ്പായ ശേഷം പെൺകുട്ടി നാട്ടിലെത്തിയപ്പോൾ കാണാനായി രാഹുൽ മാങ്കൂട്ടത്തിലും പെൺകുട്ടിയും ഈ കാണാൻ വേണ്ടി പോയി, ആ പെൺകുട്ടിയെ കാണാൻ വേണ്ടി പോയി. അവിടെ നിന്നും ഒരു കാറിൽ കൊണ്ടുപോയി ഒരു ഹോം സ്റ്റേയിലാണ് കൊണ്ടുപോയത്. അവിടെ വെച്ച് അതിക്രൂരമായി പീഡിപ്പിച്ചു എന്നും പരാതിയിലുണ്ട്. സുഹൃത്തായ ഫെനി നൈനാനാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒപ്പം ആ ഘട്ടത്തിൽ ഉണ്ടായിരുന്നതെന്നും ഈ പരാതിയിലുണ്ട്. നമുക്കറിയാം, ഫെനി നൈനാന് വേണ്ടി ഈ കേസ് രാഹുലിൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. ഇന്നലെ ഫെനി നൈനാൻ്റെ വീട്ടിലടക്കം അടൂരിൽ പരിശോധനയടക്കം പോലീസ് നടത്തിയിരുന്നു. ഏതായാലും അതിഗുരുതരമായ പരാമർശങ്ങൾ അല്ലെങ്കിൽ ആരോപണങ്ങൾ അല്ലെങ്കിൽ ആ കാര്യങ്ങളാണ് ഈ യുവതിയുടെ ഈ സണ്ണി ജോസഫ്, KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്, അതുപോലെ തന്നെ രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി അടക്കമുള്ളവർക്ക് അയച്ച ഈ പരാതിയിൽ ഇപ്പോൾ ഉന്നയിക്കുന്നത് എന്നുള്ളതാണ്. ഈ വിവരങ്ങളെല്ലാം ക്രൈംബ്രാഞ്ചിന് കൈമാറിയിട്ടുണ്ട് എന്നുകൂടി പരാതിയിൽ പറയുന്നു. ഏതായാലും ഇനിയിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ നാളെ തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതി പരിഗണിക്കാനിരിക്കുകയാണ്. അതിനിടയിലാണ് ഇപ്പോൾ ഒരു പുതിയ പരാതി കൂടി എത്തിയിരിക്കുന്നത്. ഈ പരാതി ലഭിച്ചു എന്നുള്ള കാര്യം നേതാക്കളും സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കൂടുതൽ നടപടികളിലേക്ക് പാർട്ടി
പാർട്ടി പോകാതിരുന്നത് പാർട്ടിക്കൊരു പരാതി നേരിട്ട് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നിലവിൽ ഉള്ള ഈ കേസിലെ പരാതിക്കാരി അടക്കം പാർട്ടിക്ക് പരാതി നൽകാത്തത് കൊണ്ടാണ് തുടർ നടപടികളിലേക്ക് പോകാത്തതെന്നാണ് നേതാക്കൾ പറഞ്ഞിരുന്നതെങ്കിൽ ഇതാ ഇപ്പോൾ പാർട്ടിക്ക് തന്നെ ഒരു യുവതി നേരിട്ട് പരാതി നൽകിയിരിക്കുന്നു. അത് KPCC അധ്യക്ഷന് നൽകിയിരിക്കുന്നു, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് നൽകിയിരിക്കുന്നു, പ്രിയങ്ക ഗാന്ധിക്ക് നൽകിയിരിക്കുന്നു. അങ്ങനെ കോൺഗ്രസിന്റെ ഹൈക്കമാൻഡിലുള്ള നേതാക്കൾക്കും അതുപോലെ തന്നെ കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വത്തിനും അടക്കം ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നു. ഏതായാലും ഇനി എന്തായിരിക്കും തീരുമാനം നേതാക്കളുടേത് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. കാരണം പാർട്ടിക്ക് പരാതി ലഭിച്ചില്ല എന്നുള്ളതായിരുന്നു നേരത്തെ കഴിഞ്ഞ ദിവസം നേതാക്കൾ ഈ കൂടുതൽ ഈ സസ്പെൻഷൻ അപ്പുറത്തേക്കുള്ള നടപടികളിലേക്ക് പോകുന്നതിൽ നിന്ന് അല്ലെങ്കിൽ അതിൽ നിന്ന് ഒരു വിലക്കായി നിന്ന് അല്ലെങ്കിൽ ഒരു തടസ്സമെന്ന് നേതാക്കൾ പറഞ്ഞിരുന്നത്. ഏതായാലും ഇപ്പോൾ ഒരു പരാതി തന്നെ ഇപ്പോൾ ലഭിച്ചിരിക്കുകയാണ് ഇക്കാര്യത്തിൽ എന്നുള്ളതാണ്. ഏതായാലും അതിഗുരുതരമായ ആരോപണങ്ങൾ അല്ലെങ്കിൽ അതിഗുരുതരമായ വെളിപ്പെടുത്തലുകളാണ് ഈ പെൺകുട്ടി പറയുന്നത്. ബലം പ്രയോഗിച്ച് ഒരു ഹോട്ടൽ മുറിയിൽ വെച്ച് തന്നെ ബലാത്സംഗം ചെയ്തു, പീഡിപ്പിച്ചു, അതിക്രൂരമായി പീഡിപ്പിച്ചു എന്നുള്ളതാണ്. വിവാഹ വാഗ്ദാനം നൽകിയാണ് ആദ്യം ബന്ധം സ്ഥാപിക്കുന്നത്. പിന്നീട് ആ വിവാഹ വാഗ്ദാനം ഈ പീഡനമൊക്കെ അത്തരത്തിൽ തന്നെ ക്രൂരമായി പീഡിപ്പിച്ച ശേഷം ഇത്തരത്തിൽ ഈ വിവാഹ വാഗ്ദാനം അടക്കം പിൻവലിച്ചു. അതിനുശേഷം വീണ്ടും ബന്ധം സ്ഥാപിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഈ പരാതിയിലുള്ളത്. വീണ്ടും ഒരു ലൈംഗിക ആരോപണ പരാതി വന്നിരിക്കുകയാണ്. ബലാത്സംഗ പരാതി ഉന്നയിച്ചുകൊണ്ടാണ് ഒരു യുവതി മുന്നോട്ട് വന്നിരിക്കുന്നത്. KPCC പ്രസിഡന്റിനും രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും അടക്കമാണ് യുവതി പരാതി നൽകിയിരിക്കുന്നത്. മേൽമുഖാന്തരമാണ് ഇത്തരത്തിൽ പരാതി നൽകിയിരിക്കുന്നത്. രാഹുൽ ക്രൂരമായി തന്നെ പീഡിപ്പിച്ചു എന്ന ഒരു പരാതിയാണ് ഇപ്പോൾ ഈ ഒരു യുവതി ഉന്നയിക്കുന്നത്. രാഹുൽ നിലവിൽ ഒളിവിൽ കഴിയുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ രാഹുലിനായി തെരച്ചിലെല്ലാം ഊർജിതമാക്കിയിരിക്കുന്ന സമയത്താണ് ഇപ്പോൾ മറ്റൊരു പരാതിയുമായി യുവതി രംഗത്തെത്തിയിരിക്കുന്നത്. ദേശീയ നേതൃത്വത്തിനടക്കം പരാതി മേൽമുഖേന തന്നെയാണ് യുവതി പരാതി നൽകിയിരുന്നത്. രാഹുൽ മാങ്കുടത്തിൽ ബലാത്സംഗം ചെയ്തു എന്നൊരു പരാതിയാണ് ഈ ഒരു യുവതി ഉന്നയിക്കുന്നത്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് കോൺഗ്രസ് നേതാക്കൾക്ക് രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിനും അടക്കം യുവതി പരാതി നൽകിയിരിക്കുന്നത്. രാഹുൽ മാങ്കുടത്തിൽ ക്രൂരമായി പീഡിപ്പിച്ചു എന്നാണ് യുവതി പരാതിയിൽ പറയുന്നത്. വിവാഹ വാഗ്ദാനം നൽകി ഹോം സ്റ്റേയിൽ വിളിച്ചു വരുത്തിയായിരുന്നു പീഡനം എന്നാണ് ലഭിക്കുന്ന വിവരം. ഗർഭം ധരിക്കാൻ രാഹുൽ നിർബന്ധിച്ചു എന്നടക്കമുള്ള ഗുരുതരമായ ആരോപണങ്ങളാണ് രാഹുൽ മാങ്കുടത്തിൽ MLA-ക്കെതിരെ ഇപ്പോൾ ഈ ഒരു യുവതി 23-കാരി ഉന്നയിക്കുന്നത്. ഇത് സംബന്ധിച്ച ഒരു പരാതിയാണ് ഇപ്പോൾ ദേശീയ നേതൃത്വത്തിനടക്കം നൽകിയിരിക്കുന്നത്. രാഹുൽ നിലവിൽ ഒളിവിൽ കഴിയുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ മറ്റൊരു പരാതി കൂടി ഉയരുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം. ഗർഭം ധരിക്കാൻ രാഹുൽ മാങ്കുടത്തിൽ നിർബന്ധിച്ചു എന്നാണ് ഈ ഒരു പരാതിയിൽ പറയുന്നത്. ക്രൂരമായി തന്നെ പീഡിപ്പിച്ചു എന്നടക്കമുള്ള ഗുരുതരമായ ആരോപണങ്ങളാണ് രാഹുൽ മാങ്കുടത്തിനെതിരെ ഈ യുവതി പരാതിയിൽ ഉന്നയിക്കുന്നത്. പോലീസിൽ പരാതി നൽകാതിരുന്നത് ഭയം കൊണ്ടാണ് എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഈ യുവതി മേൽമുഖേന പറഞ്ഞിരിക്കുന്നത്. രാഹുലും സുഹൃത്ത് പെന്നിനേനും ചേർന്ന് കാറിൽ ഹോം സ്റ്റേയിൽ എത്തിച്ചെന്നും ബലം പ്രയോഗിച്ച് പീഡിപ്പിച്ചെന്നുമാണ് ഇമെയിൽ മുഖേനയുള്ള പരാതിയിൽ യുവതി നേതാക്കൾക്ക് പരാതി നൽകിയിരിക്കുന്നത്. നിലവിൽ രാഹുൽ മാങ്കുടത്തിൽ ഒളിവിൽ കഴിയുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ രാഹുൽ ക്രൂരമായി പീഡിപ്പിച്ചു എന്നൊരു പരാതിയുമായി യുവതി രംഗത്തെത്തുന്നത്. ഇപ്പോൾ നമ്മളോടൊപ്പം റഹീം MP നമ്മളോടൊപ്പം ചേരുന്നു. ഗുരുതരമായ ഒരു പരാതി കൂടിയാണ് ഇപ്പോൾ രാഹുൽ മാങ്കുടത്തിനെതിരെ ഉയർന്നത്. ഈ ഒരു സാഹചര്യത്തിൽ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഇത് ഞെട്ടലുളവാക്കുന്ന കാര്യമാണ്. ഇതൊരു എവിടെ തുടങ്ങി എവിടെ അവസാനിക്കാൻ കഴിയുമെന്നറിയാത്ത വിധം പരാതികളുടെ പ്രവാഹം വരുന്നുവെന്നാണ്. എല്ലാം ആക്രമിക്കപ്പെടുകയും അതിലൂടെ ട്രോമയിലാവുകയും ചെയ്ത യുവതികളുടെ പരാതികളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ ഈ വന്ന പരാതി AICCക്ക് ഒരു കോൺഗ്രസ് പ്രവർത്തക കൊടുത്ത പരാതിയാണ്. ആ പരാതി ഇത്രയും കാലം പൂഴ്ത്തിവെച്ചിരിക്കുകയായിരുന്നു. KPCCയുടെ അധ്യക്ഷനത് അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു എന്നൊക്കെയാണ് ഇപ്പൊ മനസ്സിലാക്കാൻ കഴിയുന്നത് വാർത്തയിലൂടെ. ഞാൻ യാത്രയിലാണ്. അപ്പോൾ ഇതിൽ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇയാളെ കുറിച്ച് ഉള്ള ഈ ആക്ഷേപമല്ല, ഗുരുതരമായ ഈ പ്രശ്നം നേരത്തെ തന്നെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ശ്രദ്ധയിലുള്ളതാണ്. കോൺഗ്രസ് നേതൃത്വം ഇയാളെ തിരുത്താൻ ശ്രമിച്ചില്ല എന്ന് മാത്രമല്ല, ഈ കുറ്റകൃത്യങ്ങളുടെ ഒരു
കുറ്റകൃത്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളെ തുടർച്ചയായി സ്ഥാനമാനങ്ങൾ കൊടുത്ത് സംരക്ഷിക്കുകയും പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുകയാണ് ചെയ്തത്. അദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനാക്കി, അവിടെ നിന്നും തീരാതെ അദ്ദേഹത്തെ MLA ആക്കി. ഇതെല്ലാം ചെയ്യുമ്പോഴും ഈ ഉയർന്ന നേതൃത്വത്തിനാകെ നല്ല ധാരണയുണ്ട്. അവരുടെ മുമ്പിൽ തന്നെ വന്ന ഒട്ടേറെ പരാതികൾ, അവരുടെ വിവരങ്ങൾ പല കോൺഗ്രസ് നേതാക്കളുടെയും കുടുംബത്തിൽ അല്ലെങ്കിൽ ഈ കോൺഗ്രസിൽ തന്നെ പ്രവർത്തിക്കുന്നവരുടെ പരാതികൾ ഒക്കെ അവരുടെ ശ്രദ്ധയിലുണ്ട്. അതൊക്കെ ഉള്ളപ്പോഴാണ് കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരാളായി ഇവരെ വെച്ചു വാഴിക്കാൻ, വളർത്തിക്കൊണ്ടുവരാൻ കോൺഗ്രസ് നേതൃത്വം ശ്രമിച്ചത്. അപ്പോൾ ഇതിലൂടെ ഇത്തരമൊരു സ്വഭാവക്കാരനെ തുടർച്ചയായി ഉയർത്തിക്കൊണ്ടുവരുന്നത് സ്വഭാവ വൈകൃതത്തിന്റെ മാത്രം പ്രശ്നമല്ല, ഇതെല്ലാം വലിയ കുറ്റകൃത്യങ്ങളാണ്. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെല്ലാം എതിരായിട്ടുള്ള ക്രൂരമായ കുറ്റകൃത്യങ്ങളാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പ്രവർത്തനങ്ങളാകെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളെ എങ്ങനെയാണ് ഇവർ കോൺഗ്രസ് വെച്ചു വാഴിച്ചത്, കോൺഗ്രസ് വളർത്തിക്കൊണ്ടുവന്നത്? അതിന് ഉത്തരം പറയേണ്ടത് കോൺഗ്രസ് ആണ്. ഈ പുറത്തു വരുന്ന ഓരോ കാര്യത്തിനും, ഓരോ പരാതിയും, FIR-ഉം മുഴുവൻ ഉത്തരം പറയേണ്ടത് ഇപ്പോൾ കോൺഗ്രസ് ആണ്. ആ കോൺഗ്രസ് ഇതെല്ലാം പുറത്തു വന്ന് അതിന്റെ ഉയർന്ന നേതാക്കൾ എന്താ പറഞ്ഞത്? ഇത് AI പ്രതിഭാസമാണ്, AI വഴി ചെയ്തതാണ്, ഫാബ്രിക്കേറ്റ് ചെയ്തതാണ്, ഞങ്ങളുടെ കൂട്ടത്തിലുള്ളയാളെ ഒറ്റപ്പെടുത്താൻ വേണ്ടി ചെയ്യുന്നതാണ്, രാഷ്ട്രീയ പ്രേരിതമാണ് എന്നെല്ലാമുള്ള ബാലിശമായ ആരോപണങ്ങൾ കൊണ്ട് ഇപ്പോഴും അയാൾക്ക് സംരക്ഷണം ഒരുക്കുകയാണ്. അടൂർ പ്രകാശിന്റെ സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു? ശ്രീ K. സുധാകരന്റെ സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു? രാഷ്ട്രീയ ഭാവി തകർത്ത് കളയരുത് എന്നാണ്. അപ്പോൾ ഈ തകർന്നുപോയ കുട്ടികളുടെ, തകർന്നുപോയ സ്ത്രീകളുടെ ജീവിതവും ഭാവിയും അവർക്ക് കോൺഗ്രസിന് ഒരു പ്രശ്നമല്ലാതായി മാറുന്നു. വീക്ഷണമെന്നവരുടെ ഔദ്യോഗിക പത്രം തന്നെ മുഖപ്രസംഗം എഴുതി. അപ്പോൾ യഥാർത്ഥത്തില് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഈ കുറ്റവാളിയുടെ ഈ ബലാത്സംഗ കേസിലെ തുടർച്ചയായ ബലാത്സംഗ കേസുകളിൽ പ്രതിയായി വരുന്ന ഒരാളുടെ പ്രശ്നം മാത്രമായി വ്യക്തിപരമായി കാണേണ്ടതല്ല, മറിച്ച് കോൺഗ്രസ് എന്ന പാർട്ടി, രാഷ്ട്രീയ പാർട്ടി മറുപടി പറയേണ്ടതും അവർ ജനങ്ങളോട് മാപ്പ് പറയുകയും ചെയ്യേണ്ട കാര്യമാണ്. അത് കോൺഗ്രസ് മറുപടി പറയേണ്ട കാര്യമാണ്. ഇത് രാഹുലിന്റെ കാര്യമായിട്ടല്ല ഞാൻ കാണുന്നത്, ഇത് കോൺഗ്രസ് മറുപടി പറയേണ്ട കാര്യമാണ്. തീർച്ചയായും നമുക്കറിയാം, ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു പരാതി, രേഖാമൂലം പരാതി ഇല്ല എന്നതടക്കമുള്ള കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പറഞ്ഞിരുന്നത്. എന്നാൽ മറ്റൊരു യുവതി മുഖ്യമന്ത്രിക്ക് പരാതി നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ മറ്റൊരു യുവതിയാണ് ഇപ്പോൾ ദേശീയ നേതൃത്വത്തിനടക്കം പരാതി നൽകുന്ന ഒരു സാഹചര്യം. ഈ ഒരു സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ആയി തുടരണം, അല്ലെങ്കിൽ MLA സ്ഥാനം രാജിവെക്കണം എന്നൊരു ആവശ്യം ഉയരുമ്പോഴും രാഹുലാണ് ഈ ഒരു കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് എന്നാണ് നമുക്കറിയാം കോൺഗ്രസ് നേതാക്കളടക്കം പറയുന്നത്. എന്നിരുന്നാലും ഇത്രയും ഗുരുതരമായ ഒരു ആരോപണങ്ങളാണ് ഒരു MLA-യുടെ മേൽ വരുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ രാഹുൽ രാജിവെച്ച് പുറത്തു പോകേണ്ടത് അനിവാര്യമായ ഒരു കാര്യമാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ലേ? രാജിവെച്ച് രാഹുൽ പോവുക മാത്രമല്ല, അത് പിന്നെ അങ്ങനെ ഒരു ആവശ്യത്തിൽ യാതൊരു സംശയമില്ലല്ലോ. അത് കോൺഗ്രസ് ചെയ്യാതിരിക്കുന്ന ഒരു കാര്യമാണ്. അതല്ല, അതിനും അപ്പുറത്താണ് ഇപ്പോൾ പ്രശ്നം. കോൺഗ്രസ് മറുപടി പറയണ്ടേ? കോൺഗ്രസ് എന്തൊരു പാർട്ടിയാണ്. രാഹുൽ രാജിവെക്കണമോ ഇല്ലയോ എന്നുള്ളതൊക്കെ ജനം ആദ്യമേ ആവശ്യപ്പെട്ട് കഴിഞ്ഞ കാര്യമാണ്. പക്ഷെ പ്രശ്നം അതുമല്ല, അതിനൊക്കെ അപ്പുറമുള്ള കാര്യമല്ലേ. കോൺഗ്രസിന്റെ മറുപടി എന്താണ്? ഇപ്പോൾ AICC കൊടുത്ത പരാതിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. AICC-യുടെ കേരളത്തിന്റെ ചുമതലയുള്ള ദീപാദാസ് മുൻഷി എന്താ പറഞ്ഞത് കഴിഞ്ഞ ദിവസം? ആദ്യം മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്ത ആ വ്യക്തിപരമായി ആക്രമിക്കുകയായിരുന്നില്ലേ, തേജോവധം ചെയ്യാനല്ല, അവരുടെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യാനല്ലേ ശ്രമിച്ചത്? ഒരു വനിത കൂടിയായ കോൺഗ്രസ് നേതാവ്, AICC-യുടെ കേരളത്തിലെ ചുമതലയുള്ളയാള്. അപ്പോഴൊന്നും രാഹുലിന്റെ രാജിയിൽ മാത്രം ഒതുങ്ങുന്നത്. ഇത് കോൺഗ്രസ് മറുപടി പറയണ്ടേ? കോൺഗ്രസ് എന്ത് പാർട്ടിയാണിത്? ഈ കോൺഗ്രസ് എന്ന പാർട്ടിയിൽ ആളുകൾ എങ്ങനെയാണ് വിശ്വസിക്കുക? എങ്ങനെയാണ് അതിനോട് ചേർന്ന് നിൽക്കുക? ഇനി ഭരണത്തിലില്ലാതിരിക്കുമ്പോഴാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പൊ ഭരണം ഉണ്ടായിരുന്നെങ്കിലോ? നിങ്ങൾ ആലോചിക്കൂ, ഭരണത്തിന്റെ ഇപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ ഈ കുറ്റകൃത്യങ്ങൾക്കെതിരായ ഫെയറായ ഒരു എൻക്വയറി ഇവിടെ നടക്കുന്നു. ഇവരുടെ കയ്യിലാണ് അധികാരമെങ്കിലും ആ അധികാരം കൂടി ഉപയോഗിച്ച് ഇവർ എന്തെല്ലാം ചെയ്യുമായിരുന്നു. ഇപ്പൊ പരിമിതമായ അധികാരമാണ് ഇപ്പോൾ കയ്യിലുള്ളത്. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ എന്ന പദവി തീരുന്നില്ല, ഈ പറയുന്ന പോലെ വക്താവ് എന്നൊരു പദവി, പിന്നെ അത് കഴിഞ്ഞാൽ ഇപ്പോൾ MLA അല്ലെ, ഈ കുറച്ചു കാലമായി MLA. ഈ അധികാരങ്ങൾ ഉപയോഗിച്ചാണല്ലോ ഈ കുറ്റകൃത്യങ്ങൾ, ഈ ബലാത്സംഗവും ഭ്രൂണഹത്യയും ഒക്കെ നടത്തിയത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. നേരെ മറിച്ച് ഒരു അനുഭവം ഇവർക്ക് അധികാരമെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥയെന്ന്. അപ്പൊ അധികാരവും പണവും അഹങ്കാരവും ഒക്കെ ചേർന്ന് വരുന്ന ഒരു വല്ലാത്ത മാനസികാവസ്ഥ ഒരു ക്രൈം സിൻഡിക്കേറ്റിനെ രൂപപ്പെടുത്തിയിരിക്കുന്നു കോൺഗ്രസ്. ഇത് ഏറ്റവും ആപൽക്കരമായ ഒരു ഘട്ടമാണ്, അപകടം പിടിച്ചൊരു കാര്യമാണ്. ഇത് കേരളത്തിൽ അധികാരമില്ല, പക്ഷേ ഇതര സംസ്ഥാനങ്ങളിൽ സമീപത്തുള്ള ചില സംസ്ഥാനങ്ങളിലെ
അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഈ പറയുന്ന ക്രൈം സിൻഡിക്കേറ്റ് എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ വലിയ പണമിടപാട് നടക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം വരുന്ന വലിയ പണമാണ്. അങ്ങനെ പണം അനധികൃതമായി കുന്നുകൂടുന്ന പണവും പ്ലസ് അതോടൊപ്പം തന്നെ അഹങ്കാരവും ഒക്കെ ഒരുമിച്ച് ചേരുന്ന ഒരു മാനസികാവസ്ഥ, വലിയൊരു ക്രിമിനൽ മാനസികാവസ്ഥയുടെ തലവറയിലാണെന്ന് കോൺഗ്രസ്. യഥാർത്ഥത്തിൽ അവർക്ക് കീഴിലാണെന്ന് കോൺഗ്രസ്. KPCC അധ്യക്ഷനുണ്ട്. അദ്ദേഹത്തിന് ഈ ക്രൈം സിൻഡിക്കേറ്റ് വരച്ചിട്ട വരയ്ക്ക് അപ്പുറത്തേക്ക് പോകാനുള്ള തന്റെ ഇടമുണ്ടോ? ധൈര്യമുണ്ടോ? ഒന്നുമില്ലല്ലോ. ഈ പറയുന്ന ഒരു 4-5 പേർ വരച്ചിടുന്ന വരയ്ക്കപ്പുറത്ത് പോകാൻ തന്റെ ഇടയിൽ ഒന്ന് പറയാൻ, ശബ്ദമുയർത്താൻ, നാവുയർത്താൻ ശേഷിയില്ലാത്തൊരു KPCC അധ്യക്ഷൻ. ഞാൻ വ്യക്തിപരമായി അദ്ദേഹത്തെ ആക്ഷേപിക്കുകയല്ല. ഒരുപാട് പ്രധാനപ്പെട്ട ആളുകൾ, രാഷ്ട്രീയ നേതാക്കളിൽ നിന്ന് കസേരയാണത്. പോട്ടെ, കോൺഗ്രസ് ആകെ ആസേപ്പോൾ മുൻ അധ്യക്ഷന്റെ നിലപാടെന്തായിരുന്നു? ഇതിൽ മുൻ അധ്യക്ഷന്റെ നിലപാടെന്തായിരുന്നു? UDFന്റെ കൺവീനറുടെ നിലപാടെന്തായിരുന്നു? ഇപ്പോഴും ഇത് ഫാബ്രിക്കേറ്റഡ് ആയ കേസാണ് എന്ന് പറഞ്ഞ് ഇരയെ വേട്ടയാടാൻ വേണ്ടി നേതൃത്വം കൊടുക്കുകയാണ് UDFന്റെ കൺവീനർ. എന്ത് UDF ആണ്? എന്ത് കോൺഗ്രസ് ആണ്? അപ്പോൾ ആ കോൺഗ്രസ് ആണ് എക്സ്പോസ് ചെയ്യപ്പെടുന്നത്, ജനത്തിന്റെ മുമ്പിൽ തുറന്നു കാട്ടപ്പെടുന്നത്. അതുകൊണ്ട് ഇത് രാഹുലിന്റെ രാഹുലിന്റെ വ്യക്തിപരമായ കാര്യമായിട്ട് ഞാനിതിനെ കാണുന്നില്ല. റഹീം MP ആണ് നമ്മളോടൊപ്പം ചേർന്നത്. രാഹുലിനെതിരെ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ ദേശീയ നേതൃത്വത്തിനടക്കം പരാതി നൽകിയിരിക്കുന്നത്. പരാതി ലഭിച്ചു എന്ന KPCC നേതൃത്വം അടക്കം സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. തുടർ നടപടികൾ സ്വീകരിക്കുമെന്നാണ് KPCC നേതൃത്വം അറിയിച്ചിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ കഴിയുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ മറ്റൊരു പരാതിയുമായി ഒരു യുവതി രംഗത്തെത്തിയിരിക്കുന്നത്. രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിനും അടക്കമാണ് ഈ യുവതി പരാതി നൽകിയിരിക്കുന്നത്. രാഹുൽ ഗുരുതരമായി തന്നെ പീഡിപ്പിച്ചു എന്നടക്കമുള്ള ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. ബലാത്സംഗ പരാതിയാണ് ഈ ഒരു യുവതി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നൽകിയിരിക്കുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം. നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അന്വേഷണം നടക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ മറ്റൊരു പരാതി കൂടി ഉയരുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം. മെയിൽ മുഖാന്തരമാണ് ഈ യുവതി പരാതി നൽകിയിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഗുരുതരമായ പരാതി തന്നെയാണ് മറ്റൊരു യുവതി കൂടി ഉന്നയിക്കുന്നത്. ബലാത്സംഗ പരാതി തന്നെയാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരെ ഉയരുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം. ഈ ഒരു കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിനും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും അടക്കം യുവതി മെയിൽ മുഖാന്തരം പരാതി നൽകിയിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ക്രൂരമായി പീഡിപ്പിച്ചു എന്നാണ് യുവതി പരാതിയിൽ പറയുന്നത്. വിവാഹ വാഗ്ദാനം നൽകി ഹോം സ്റ്റേയിൽ വിളിച്ചു വരുത്തി പീഡിപ്പിച്ചു എന്ന അടക്കമുള്ള കാര്യങ്ങളാണ് ഈ ഒരു 23-കാരി കോൺഗ്രസ് നേതൃത്വത്തിന് അയച്ച പരാതിയിൽ പറയുന്നത്. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് ആണ് പറയുന്നത്. ഗർഭം ധരിക്കാൻ രാഹുൽ നിർബന്ധിച്ചു എന്നടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. പോലീസിൽ പരാതി നൽകാത്തത് ഭയം കാരണമാണ് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം. ഈ ഒരു പരാതിയിൽ യുവതി പറയുന്നതും അതുതന്നെയാണ്. ഭയം കാരണമാണ് താൻ പോലീസിൽ പരാതി നൽകാത്തത് എന്നതാണ് യുവതി പറയുന്നത്. രാഹുലും സുഹൃത്ത് ഫെന്നി നേനാനും ചേർന്ന കാറിൽ ഹോം സ്റ്റേയിൽ എത്തിച്ചെന്നും വെള്ളം പ്രയോഗിച്ച് പീഡിപ്പിച്ചുവെന്നുമാണ് ഈ ഒരു ഇമെയിൽ മുഖേന അയച്ച പരാതിയിൽ യുവതി പറയുന്നത്. നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ കഴിയുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ മറ്റൊരു പരാതി കൂടി ഉയർന്നു വരുന്നത്.